ഇതിൽ കൂടി പ്രോജക്റ്റിലെ ഏതു ഫോമിലേക്കും നാവിഗേറ്റ് ചെയ്യാൻ സാധിക്കും. പ്രോജക്റ്റ് എക്സ്പ്ലോററിന് താഴെയായി പ്രോപ്പർട്ടീസ് ഫോം എന്ന് കാണുന്ന വിൻഡോ ആണ് പ്രോപ്പർട്ടീസ് വിൻഡോ. ഒരു കൺട്രോളിന്റെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസ് ലിസ്റ്റ് ചെയ്യുന്ന വിൻഡോയാണിത്. ഇതിൽ കൂടി നമുക്ക് കൺട്രോളിന്റെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഏത് കൺട്രോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആണോ സെലക്ട് ചെയ്യുന്നത് അതിനനുസൃതമായി പ്രോപ്പർട്ടീസും മാറുന്നു. ഇനി നമുക്ക് കോമൺ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ആൽഫബറ്റിക്, കാറ്റഗറൈസ്ഡ് എന്നിങ്ങനെ 2 ടാബുകൾ കാണാം. ആൽഫബറ്റിക് എന്ന ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രോപ്പർട്ടീസ് ആൽഫബറ്റിക് ഓർഡറിലും, കാറ്റഗറൈസ്ഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ കാറ്റഗറിയായും പ്രോപ്പർട്ടീസ് കാണാവുന്നതാണ്. ഓരോ പ്രോപ്പർട്ടീസും വിശദമായി ഉദാഹരണ സഹിതം നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഇതിന് താഴെയായി ഒരു ചെറിയ വിൻഡോ കാണാം. ഈ വിൻഡോയാണ് പ്രോപ്പർട്ടി ഡിസ്ക്രിപ്ഷൻ വിൻഡോ. പ്രോപ്പർട്ടി വിൻഡോയിൽ ഒരു പ്രോപ്പർട്ടി സെലക്ട് ചെയ്താൽ ആ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം ഈ വിൻഡോയിൽ കാണുന്നു. ഇതിന് താഴെയായി കാണുന്ന വിൻഡോയെ ഫോം ലേഔട്ട് വിൻഡോ എന്ന് പറയുന്നു. ഇത് കറന്റ് ഫോമിന്റെ തംബ്നെയിൽ വ്യൂ കാണാൻ ഉപയോഗിക്കുന്നു. കൂടാതെ പ്രോജക്റ്റ് റൺ ചെയ്യുമ്പോൾ ഫോം സ്ക്രീനിൽ എവിടെ പ്രത്യക്ഷപ്പെടണമെന്ന് പറയാൻ വേണ്ടിയാണ് ഈ വിൻഡോ യൂസ് ചെയ്യുന്നത്. ഉദാഹരണമായി ഫോം സ്ക്രീനിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ സെറ്റ് ചെയ്യുക. അതിനുശേഷം റൺ ചെയ്യുക. അപ്പോൾ എവിടെയാണോ നമ്മൾ ഫോം സെറ്റ് ചെയ്തു വെച്ചത് അവിടെ തന്നെ ഫോം നമുക്ക് റൺ ചെയ്തതിനു ശേഷവും കാണാൻ സാധിക്കുന്നു. ടൂൾ ബാറിന് താഴെ ലെഫ്റ്റ് സൈഡിൽ വെർട്ടിക്കലായി ടൂൾ ബോക്സ് എന്ന ഓപ്ഷനെ കാണാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൽ കാണുന്ന പലതരത്തിലുള്ള കൺട്രോളുകളെ പരിചയപ്പെടാം. ഇതിലാദ്യമായി പോയിന്റർ എന്ന കൺട്രോളിനെ കാണാം. ഈ കൺട്രോൾ എപ്പോഴും സെലക്ട് ചെയ്തതായി കാണാൻ സാധിക്കുന്നു. ഇതിന് താഴെയായി എ എന്ന ലെറ്ററിന്റെ ആകൃതിയിൽ കാണുന്ന കൺട്രോളാണ് ലേബൽ. അതിന് താഴെയായി ഫ്രെയിം കൺട്രോൾ, ചെക്ക് ബോക്സ്, കോംബോ ബോക്സ്, എച്ച് സ്ക്രോൾ ബാർ അഥവാ ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ, ടൈമർ, ഡയറക്ടറി ലിസ്റ്റ് ബോക്സ്, ഷേപ്പ്, ഇമേജ്, OLE അഥവാ ഒബ്ജക്ട് ലിങ്കിംഗ് ആൻഡ് എംബഡഡ് എന്നീ കൺട്രോളുകളും വലതുവശത്ത് മുകളിലായി പിക്ചർ ബോക്സ്, ടെക്സ്റ്റ് ബോക്സ്, കമാൻഡ് ബട്ടൺ, ഓപ്ഷൻ ബട്ടൺ, ലിസ്റ്റ് ബോക്സ്, വെർട്ടിക്കൽ സ്ക്രോൾ ബാർ, ഡ്രൈവ് ലിസ്റ്റ് ബോക്സ്, ഫയൽ ലിസ്റ്റ് ബോക്സ്, ലൈൻ കൺട്രോൾ, ഡാറ്റ കൺട്രോൾ എന്നിങ്ങനെ കാണാം. കൺട്രോളിന്റെ പ്രോപ്പർട്ടിയും ഉപയോഗവും എക്സാമ്പിൾ സഹിതം നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഇനി നമുക്ക് ടൂൾ ബോക്സിലെ കൺട്രോളുകൾ എങ്ങനെ ഫോമിൽ കൊണ്ടുവരുമെന്ന് നോക്കാം. 2 രീതിയിൽ കൺട്രോൾസിനെ നമുക്ക് ഫോമിൽ കൊണ്ടുവരാൻ കഴിയും. ഒന്നാമത്തെ രീതിയിൽ ഏത് കൺട്രോൾ ആണോ നമുക്ക് വേണ്ടത് ടൂൾ ബോക്സിൽ ആ കൺട്രോൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മൗസ് പോയിന്റർ ഫോമിൽ കൊണ്ടുവരിക. ഇപ്പോൾ മൗസ് പോയിന്റർ ഒരു പ്ലസിന്റെ രൂപത്തിൽ കാണാൻ കഴിയും. ഇനി ഫോമിൽ എവിടെയാണോ കൺട്രോൾ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ മൗസ് പോയിന്റർ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. രണ്ടാമത്തെ രീതിയിൽ ഏത് കൺട്രോൾ ആണോ വേണ്ടത് ആ കൺട്രോളിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫോമിന്റെ സെന്ററായി നമുക്ക് ആ ബട്ടണെ കാണാവുന്നതാണ്. ഉദാഹരണത്തിന് ഇവിടെ കമാൻഡ് ബട്ടൺ ആണ് ഉപയോഗിക്കുന്നത്. കമാൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മൗസ് പോയിന്റർ ഫോമിൽ കൊണ്ടുവരിക. ഇപ്പോൾ മൗസ് പോയിന്റർ ഒരു പ്ലസിന്റെ രൂപത്തിലായി കഴിഞ്ഞു. ഇനി ഫോമിൽ എവിടെയാണോ കമാൻഡ് ബട്ടൺ വേണ്ടത് അവിടെ മൗസ് പോയിന്റർ കൊണ്ടുചെന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ കമാൻഡ് ബട്ടൺ ഫോമിൽ വന്നു കഴിഞ്ഞു. കമാൻഡ് ബട്ടണ് ചുറ്റും നീല നിറത്തിൽ ഒരു ഹൈലൈറ്റ് കാണാം. ഈ ഹൈലൈറ്റിൽ എവിടെയെങ്കിലും മൗസ് പോയിന്റർ വെച്ചാൽ ഒരു ഡബിൾ ഹെഡഡ് ആരോ ലഭിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ കമാൻഡ് ബട്ടണിന്റെ വലിപ്പം ക്രമീകരിക്കാൻ സാധിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ രീതി നോക്കാം. കമാൻഡ് ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്താൽ അത് ഫോമിന്റെ സെന്ററിൽ കാണാൻ കഴിയും. ഇതിന്റെയും വലിപ്പവും പൊസിഷനും ഡ്രാഗ് ചെയ്താൽ മാറ്റാൻ സാധിക്കും. വിഷ്വൽ ബേസിക്കിൽ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ കോഡ് നൽകുന്നത് എങ്ങനെയെന്ന് നോക്കാം. വിഷ്വൽ ബേസിക്കിൽ കോഡ് നൽകുന്നത് കോഡ് വിൻഡോയിലാണ്. വ്യൂ മെനുവിൽ നിന്ന് കോഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ പ്രോജക്ട് 1 ഫോം 1 കോഡ് എന്ന ടൈറ്റിലോടുകൂടിയ ഒരു വിൻഡോ കാണാം. ഇതാണ് കോഡ് വിൻഡോ. വിബിയിൽ ഓരോ ഫോമിനും പ്രത്യേകം കോഡ് വിൻഡോ കാണാൻ കഴിയും. ഒരു ഫോമിന്റെയും അതിലെ കൺട്രോളുകളുടെയും കോഡ് എഴുതുന്നത് ഈ വിൻഡോയിലാണ്. തിരിച്ച് ഒബ്ജക്ട് വിൻഡോയിൽ എത്തിച്ചേരാൻ വ്യൂ മെനുവിൽ നിന്നും ഒബ്ജക്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കൂടാതെ ഫോമിലോ ഫോമിലെ കൺട്രോളുകളിലോ ഡബിൾ ക്ലിക്ക് ചെയ്താലും കോഡ് വിൻഡോ ഡിസ്പ്ലേ ചെയ്തു വരുന്നതായി കാണാം. നമ്മൾ മുൻപ് പഠിച്ച പ്രോജക്ട് എക്സ്പ്ലോററും അതിലെ 3 ബട്ടണുകളും ഓർക്കുന്നില്ലേ?
ഇതിൽ ഒന്നാമത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കോഡ് വിൻഡോയും രണ്ടാമത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഒബ്ജക്റ്റ് വിൻഡോയും കാണാൻ കഴിയും. ഫോം എന്ന ഫോൾഡറിലാണ് പ്രോജക്ട് എക്സ്പ്ലോററിൽ ഫോമുകൾ കാണപ്പെടുന്നത്. മൂന്നാമത്തെ ബട്ടണായ ടോഗിൾ ഫോൾഡർ ക്ലിക്ക് ചെയ്താൽ ഫോം ഫോൾഡറിനുള്ളിലാണെങ്കിൽ ഫോൾഡറിൽ നിന്നും പുറത്തു വരികയും വീണ്ടും ക്ലിക്ക് ചെയ്താൽ സാധാരണ രീതിയിലാകുകയും ചെയ്യുന്നു. അടുത്തതായി നമുക്കൊരു പ്രോജക്റ്റ് എങ്ങനെ സേവ് ചെയ്യുമെന്ന് നോക്കാം.